ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എറണാകുളം വരെയൊക്കെയാണ് പോവുകയാണേ. ഒരാളെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാനുണ്ടായിരുന്നു, പിന്നെ എറണാകുളമൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എയർപോർട്ടിലോട്ടാണ് കേട്ടോ ആദ്യം പോയത്. അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ഒന്ന് പാസ്സൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് പിന്നെ ആളിങ്ങോട്ട് വരുമായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയില്ല വണ്ടിയിൽ നിന്ന്, ട്രാവലറിലായിരുന്നു കേട്ടോ പോയിരുന്നത്. അങ്ങനെ അവിടുന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് കുറച്ച് പോകാനുണ്ടായിരുന്നു. സോ അങ്ങനെ പോയപ്പോൾ ഇതാ നമ്മുടെ എയർപോർട്ട് എത്തിയായിരുന്നു. അങ്ങനെ നമുക്ക് ആളെ വിളിച്ചു. അങ്ങനെ ബസ്സിലാണ് കേട്ടോ കയറി വന്നത്. അങ്ങനെ ബസ്സിൽ വന്നു, എല്ലാവരുമൊക്കെ ആയിട്ട് സംസാരിച്ചു. ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അങ്ങനെ ഞങ്ങൾ നെയ് റോസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇത് ഇപ്പോൾ എറണാകുളം ആണെന്ന് അറിയില്ല, സോ ഞാൻ ഇനി നോക്കിയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ പനങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എക്കോ ടൂറിസം മേഖലയാണ് കേട്ടോ. അവിടെ പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്നൊരു റിവറിൻ്റെ പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വെള്ളമുണ്ട്, കാലൊക്കെ നനക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴ്ചയിലോട്ട് പോയി. താഴെ എത്തിയിട്ട് ഞങ്ങളവിടെ വെള്ളമൊക്കെ ഉണ്ടായിട്ട് വെള്ളത്തിലൊക്കെ നന്നായിട്ട് കളിച്ചു കേട്ടോ. ചിലരൊക്കെ കുളിച്ചു ഇവിടെ. അങ്ങനെ ഇവിടെ നമുക്ക് തണലത്തിരിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഉച്ചയായപ്പോൾ തന്നെ അങ്ങനെ അവിടുന്ന് ഇറങ്ങി തിരിച്ച് നടക്കുകയാണ്. നടന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തണമായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി ഇരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ലൈൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വിചാരിച്ചു ലുലുവിലൊക്കെ ഒന്ന് കറങ്ങാം. എന്തായാലും എറണാകുളമൊക്കെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ട്രാവലേഴ്സിനെ പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമായിരുന്നു തോന്നുന്നു. ഞങ്ങൾ പോകാൻ നേരം നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് കണ്ടിരുന്നു ലുലു മാളിൻ്റെ. അപ്പോൾ അവിടെ ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ ശേഷം ഞങ്ങൾ പോയിട്ട് സെക്കൻഡ് എൻട്രൻസിലാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫാമിലീസും അവരെല്ലാവരും ഇറങ്ങി. അങ്ങനെ ചെക്കൊക്കെ ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടോ. അകത്തോട്ട് കയറിയപ്പോൾ അവിടെ വിഷുവിൻ്റെയൊക്കെ ഒരു കണി ആണോന്ന് അറിയത്തില്ല, അതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നേരം തന്നെ ലുലുവിൻ്റെ റീഡേഴ്സ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കണ്ടിരിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവുമായിരുന്നു. അങ്ങോട്ട് നോക്കുകയൊന്നും നിന്നില്ല, അങ്ങ് പോവുമായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പ്ലേസ് ആയിട്ടുള്ള ഫണ്ടൂരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കയറിയില്ലായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കയറിയില്ല. ഇപ്രാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തിരിച്ചു പോകാൻ ഭയങ്കര പാടല്ല, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ലായിരുന്നു. അപ്പോൾ ഈ ലുലുവിൻ്റെ റീഡേഴ്സ് ഫെസ്റ്റിൽ തന്നെ കുറച്ച് ബുക്സൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. റീഡിങ് ബുക്സ് ആയിരുന്നു തോന്നുന്നു. ബുക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് കുറേ ഷോപ്സൊക്കെ കണ്ടു കേട്ടോ. റോളക്സ് അങ്ങനെ പല പല ഷോപ്സൊക്കെ കണ്ടു. സ്കിൻ കെയർ ഐറ്റംസൊക്കെ ഉള്ള കുറേ ഷോപ്സ് കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മെയിൻ ഉദ്ദേശം ഷോപ്പിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എസ്കലേറ്ററിൽ കൂടെ മേലിലോട്ട് കയറി അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പം കുറച്ച് പേര് വരാനുണ്ടായിരുന്നു, അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു. നമുക്ക് കുറച്ച് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ ബസ് റോഡിൽ വരത്തുള്ളൂ, ഇവിടെ വരത്തില്ല. അപ്പം ഇവിടെ കാർസൊക്കെ പാർക്ക് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ബസ്സിലേ വരത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ബസ് കാത്ത് കുറച്ച് നേരം നിന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ പോവാണേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് പൊറോട്ടയും ബീഫുമാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലവ് യു ആൻഡ് ബൈ.